friends, welcome back to Bio Easy Learning. So, നമ്മൾ 2013 ജൂണിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇരുന്നിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ക്വസ്റ്റ്യനോടൊപ്പം തന്നെ ജസ്റ്റ് ഫാക്ട്സുകളും കൂടി പറയാമോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അഡീഷണൽ ആയിട്ടുള്ള ക്ലാസ്സസ് ഞാൻ പ്രിപ്പയർ ചെയ്തത് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. 60 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അതോടൊപ്പം ഓർത്തിരിക്കേണ്ട ചില പോയിന്റുകൾ കൂടി നമുക്ക് നോട്ട് ചെയ്യാം, എന്നിട്ട് പഠിക്കാം. ഓക്കെ, 61th ക്വസ്റ്റ്യൻ നോക്കൂ. ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ 1982 വാസ് ഓപ്ഷൻ എ ട്രാൻസ്ജനിക് ടുബാക്കോ, ഓപ്ഷൻ ബി ട്രാൻസ്ജനിക് മെയ്സ്, ഓപ്ഷൻ സി ട്രാൻസ്ജനിക് ടൊമാറ്റോ, ഓപ്ഷൻ ഡി ട്രാൻസ്ജനിക് കോട്ടൺ. 1982 മോഡിഫൈ ചെയ്തിട്ടുള്ള ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ് ഏതാണെന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ എ ട്രാൻസ്ജനിക് ടുബാക്കോ. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ്ജനിക് ആയിട്ടുള്ള ഒരു വേർഡ് വരാൻ എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം? സോ ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നിന്നാണ് ഈ ഒരു ഐഡിയ തന്നെ വരുന്നത് അല്ലേ. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് ദ സയൻസ് ഓഫ് മാനിപ്പുലേറ്റിംഗ് ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ജനറ്റിക് മെറ്റീരിയൽ മാനിപ്പുലേഷൻ സംഭവിച്ചിട്ട് പുതിയ തരത്തിലുള്ള പുതിയ അഡാപ്റ്റേഷൻസ് സ്വീകരിക്കാൻ പാകത്തിലുള്ള പ്ലാന്റ്സോ അനിമൽസിനോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ജനറ്റിക് എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് ചോദിക്കുക. ഏത് പ്ലാന്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിക്കാം. സോ ഫസ്റ്റ് ജനറ്റിക്കലി, അതായത് 1982 ട്രാൻസ്ജനിക് ടുബാക്കോ ആണ്. ഇതാണ് ഇതിന്റെ ആൻസർ. അതോടൊപ്പം തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുത ഉണ്ട്. ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അനിമൽ ഉണ്ട്, ഒരു മൗസ് ആയിരുന്നു. വാസ് എ മൗസ് ക്രിയേറ്റഡ് ഇൻ 1974 ബൈ റുഡോൾഫ് ജ്വിനിഷ് എന്ന ഒരു സയന്റിസ്റ്റ് ആണ് 1974 ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മൗസ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് അനിമൽ ആയതുകൊണ്ട് ഉണ്ടാവില്ല, നമ്മൾ ബോട്ടണി ആണല്ലോ, എന്നാലും അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള അനിമൽ എന്ന് പറയുന്നത് ഒരു മൗസ് ആണ്. ദെൻ ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ഫുഡ് ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ജനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്, അതുപോലെ തന്നെ ഇയറും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ട്രാൻസ്ജനിക് ടുബാക്കോ എന്ന് പറയുന്നത്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് 1994 മാർക്കറ്റ് ചെയ്തിട്ടുള്ള ഫ്ലേവർ സേവർ ടൊമാറ്റോ ആണ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഫുഡ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്പ് പ്ലാന്റ് നമുക്ക് എന്ത് ചെയ്യാം? 1982 ഈ ഒരു ട്രാൻസ്ജനിക് ടുബാക്കോ ഉൾപ്പെടുത്താം. അതൊരു ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടുബാക്കോ ആയിരുന്നു. ഓക്കെ, ഫസ്റ്റ് ഫീൽഡ് trials of genetically engineered plant occurred in France. അപ്പോൾ ഈ ഇത്തരത്തിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള പ്ലാന്റിനൊക്കെ ട്രയൽ ആയിട്ട് ഫീൽഡിൽ അപ്ലൈ ചെയ്തത് ഫ്രാൻസിലായിരുന്നു, അതുപോലെ തന്നെ US-ലും 1986. അതൊരു ടുബാക്കോ പ്ലാന്റ് ആയിരുന്നു, ടുബാക്കോ വെറൈറ്റി ആയിരുന്നു. അതെന്ത്? റെസിസ്റ്റന്റ് ടു ഹെർബിസൈഡ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടുബാക്കോ പ്ലാന്റ് ആണ് ഫസ്റ്റ് ആയിട്ട് ഫീൽഡിൽ ട്രയൽ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The mechanism that can cause a gene to move from one linkage group to another is option A translocation, option B inversion, option C crossing over, option D duplication. ഒരു ജീനിന് ഏത് മെക്കാനിസം ആണ് that cause a gene to move from one linkage, ഒരു ലിങ്കേജ് ഗ്രൂപ്പിൽ നിന്നും മറ്റൊരു ലിങ്കേജ് ഗ്രൂപ്പിലേക്ക് ജീനിന് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന മെക്കാനിസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ട്രാൻസ്ലൊക്കേഷൻ. സോ ട്രാൻസ്ലൊക്കേഷൻ എന്നുള്ള പ്രോസസ്സ് എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. സോ ട്രാൻസ്ലൊക്കേഷൻ ഈസ് ദ പ്രോസസ് that carry a gene from or that causes a gene to move from one linkage group to another. ഒരു ലിങ്കേജ് ഗ്രൂപ്പിൽ നിന്ന് അനദർ ലിങ്കേജ് ഗ്രൂപ്പിലേക്ക് ജീനിനെ ക്യാരി ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ട്രാൻസ്ലൊക്കേഷൻ. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് ദ സെപ്പറേഷൻ ഓഫ് എ ക്രോമസോം സെഗ്മെന്റ് ആൻഡ് ഇറ്റ്സ് റീയൂണിയൻ ടു എ നോൺ ഹോമോലോഗസ് ക്രോമസോം. ഒരു ക്രോമസോം സെഗ്മെന്റിന്റെ സെപ്പറേഷൻ ആൻഡ് ദെൻ ദേ ആർ റീയുണൈറ്റഡ് ടു വിത്ത് നോൺ ഹോമോലോഗസ് ക്രോമസോം. ഈ ഒരു
ട്രാൻസ്ലൊക്കേഷൻ 2 തരത്തിലാണുള്ളത്. സിമ്പിൾ ട്രാൻസ്ലൊക്കേഷനും ഉണ്ട്, അതുപോലെ തന്നെ റെസിപ്രോക്കൽ ട്രാൻസ്ലൊക്കേഷനും ഉണ്ട്. സിമ്പിൾ ട്രാൻസ്ലൊക്കേഷന്റെ കേസിലാണെങ്കിൽ 1 ക്രോമസോം ഷോ ഡിലീഷൻ ഓർ ഡെഫിഷ്യൻസി. പറയുന്നത് മനസ്സിലാക്കിയിട്ട് നോക്കട്ടോ. ഒരു ക്രോമസോമിൽ ഡിലീഷൻ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്ത് മറ്റൊരു അതിന്റെ തൊട്ടടുത്തുള്ള നോൺ ഹോമോലോഗസ് ക്രോമസോമിന് എന്താ ഉണ്ടാവുക, അഡീഷണൽ ആയിട്ടുള്ള സെഗ്മെന്റ് വരികയാണ് ചെയ്യുക. അതിനെയാണ് സിമ്പിൾ ആയിട്ടുള്ള ട്രാൻസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. In reciprocal translocation, two non-homologous chromosomes exchange segments between themselves to create a new linkage group in both the chromosomes. So, reciprocal translocation segmentuകൾ exchange ചെയ്യുന്ന two non-homologous chromosomeന്റെ ഇടയിലായിരിക്കും. അത്രയാണ് ട്രാൻസ്ലൊക്കേഷൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി കൂടുതലായിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, എ മൗസ് ഇൻ വിച്ച് one particular gene has been replaced by its inactivated form generated in vitro is called option A transgenic mouse, option B knockout mouse, option C Q mouse, option D recombinant mouse. Answer option B knockout mouse. അപ്പോൾ നോക്കൗട്ട് മൗസ് എന്ന് പറയുന്നത് ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മൗസ് ആണ്, ഇൻ വിച്ച് ദ റിസർച്ചേഴ്സ് ഹാവ് ഇനാക്ടിവേറ്റഡ് ഓർ നോക്ക്ഡ് ഔട്ട് an existing gene. മൗസിലുള്ള എക്സിസ്റ്റിംഗ് ജീനെ നോക്ക് ചെയ്യാണ് അല്ലെങ്കിൽ ഇനാക്ടിവേറ്റ് ചെയ്യുന്നു ബൈ റീപ്ലേസിംഗ് ഓർ ഡിസ്ട്രപ്റ്റിംഗ് ഇറ്റ് വിത്ത് ആൻ ആർട്ടിഫിഷ്യൽ പീസ് ഓഫ് DNA. ആർട്ടിഫിഷ്യൽ പീസ് ഓഫ് DNA അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അതിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ജീൻ അല്ലെങ്കിൽ DNA എന്ത് ചെയ്യുന്നു, ഇനാക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള മൗസ് ആണ് നോക്കൗട്ട് മൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഫീൽഡ് ഓഫ് ഹോർട്ടിക്കൾച്ചർ ഇൻവോൾവ്ഡ് ഇൻ fruit growing and study of all fruits and nuts is option A pomology, option B olericulture, option C arboriculture, option D floriculture. ഏത് ബ്രാഞ്ചാണ് ഹോർട്ടിക്കൾച്ചറിന്റെ ഏത് ബ്രാഞ്ചാണ് ഫ്രൂട്ട് ഗ്രോ ആൻഡ് സ്റ്റഡി ഓഫ് ഓൾ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സിന്റെ ആ ബ്രാൻഡിനെ പറ്റിയുള്ള സ്റ്റഡീനെ പറയുന്ന ബ്രാഞ്ച് ഏതാണെന്നാണ് ചോദിക്കുന്നത്. സോ ആൻസർ എ, ഓപ്ഷൻ എ പോമോളജി. ഓക്കെ, അപ്പൊ പോമോളജി എന്ന് പറയുന്നത് ആ ഒരു വേർഡ്, പോമോളജി എന്ന് പറയുന്ന വേർഡ് ഒരു ലാറ്റിൻ വേർഡാണ്, പോമം ഓക്കെ എന്നുള്ള വേർഡ്, അതായത് ഫ്രൂട്ട് എന്നാണ് മീനിങ് വരുന്നത്. ലോഗോസ് മീൻസ് സ്റ്റഡി ആണല്ലോ. പോമം എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് പറയാം, POMUM എന്ന് പറഞ്ഞിട്ടുള്ള വേർഡാണ്. അപ്പോൾ ഈ ഒരു പോമോളജിയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരു പേഴ്സണെ നമുക്ക് പോമോളജിസ്റ്റ് പറയാം. സോ വൺ ഇൻവോൾവ്ഡ് ഇൻ ദ സയൻസ് ഓഫ് പോമോളജി ഈസ് കാൾഡ് പോമോളജിസ്റ്റ്. ഇതോടൊപ്പം തന്നെ ഇതിന് കൊടുത്തിട്ടുള്ള ഓപ്ഷനാണ് ഒലറികൾച്ചർ എന്നല്ലേ. അപ്പോൾ ഒലറികൾച്ചർ എന്താണ്? ഇറ്റ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഹോർട്ടിക്കൾച്ചർ ദാറ്റ് ഡീൽസ് വിത്ത് പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ആൻഡ് യൂസ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് വെജിറ്റബിൾസ്. വെജിറ്റബിൾസിന്റെ പറ്റിയുള്ള അതിന്റെ പ്രൊഡക്ഷനും സ്റ്റോറേജും മാർക്കറ്റിങ്ങും അതിനെയാണ് നമ്മൾ ഒലറികൾച്ചർ എന്ന് പറയുന്നത്. ദെൻ ആർബോറികൾച്ചർ അറിഞ്ഞിരിക്കണം. ആർബോറികൾച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ കൾട്ടിവേഷൻ ഓഫ് ട്രീസ്, shrubs ആൻഡ് വുഡി പ്ലാന്റ്സ്. അതിനുവേണ്ടി അതായത് ട്രീസിനും shrubsനും വുഡി പ്ലാന്റ്സിനും ഒക്കെയുള്ള കൾച്ചർ അത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ആർബോറികൾച്ചർ എന്ന് പറയുന്നത്. ദെൻ ഫ്ലോറികൾച്ചർ നമുക്കറിയാവുന്ന പോലെ തന്നെ എന്താണ്, ഫ്ലവേഴ്സിന്റെ മാർക്കറ്റിംഗ് അതുപോലെ തന്നെ അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെയാണ് ഫ്ലോറികൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, 65 ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ട്രൈബൽ കമ്മ്യൂണിറ്റി റിസീവ് ബെനിഫിറ്റ് ഓഫ് ദി യൂസ് ഓഫ് ട്രൈക്കോപ്പസ് സെയിലാനിക്കസ് ആസ് പെർ ബെനിഫിറ്റ് ഷെയറിംഗ് സിസ്റ്റം? ഓപ്ഷൻ എ കുറിച്യർ, ഓപ്ഷൻ ബി കാട്ടുനായ്ക്കൻ, ഓപ്ഷൻ സി കാണി, ഓപ്ഷൻ ഡി മുള്ളുകുറുമ്പ. സോ ഈ ഇത്തരത്തിലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മളുടെ എത്തനോ ബോട്ടണിയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ട്രൈക്കോപ്പസ് സെയിലാനിക്കസിന് മെയിൻ ആയിട്ടും യൂസ് ചെയ്ത കമ്മ്യൂണിറ്റി വിഭാഗം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഏതാണെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആൻസർ ഓപ്ഷൻ സി കാണി. ഈ കാണി എന്ന് പറയുന്ന വിഭാഗം നമ്മുടെ അഗസ്ത്യകൂടം, കേരള അഗസ്ത്യകൂടം ആ ഒരു റേഞ്ചസിൽ ആണ് മെയിൻ ആയിട്ടും കണ്ടുവരുന്നത്. അവര് യൂസ് ചെയ്യുന്നതാണ് ട്രൈക്കോപ്പസ് സെയിലാനിക്കസ്, അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് ആരോഗ്യപ്പച്ച എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഈ കാണി വിഭാഗക്കാര്
ആണ് ഈ ഒരു ട്രൈക്കോപ്പസ് സൈലാനിക്കസിന്റെ ഉപയോഗം, മെഡിസിനൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസും ഇത്രത്തോളം ഫലപ്രദമാണ് എന്നത് നമ്മളുടെ ശാസ്ത്രലോകത്തിന് തന്നെ അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യ വിഭാഗത്തിന് തന്നെ മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു വിഭാഗം. ഓക്കെ, ഈ ട്രൈക്കോപ്പസ് സൈലാനിക്കസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ഹെർബേഷ്യസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൺലി 2 സ്പീഷീസ് ഇൻ ഇറ്റ്സ് ജീനസ് ട്രൈക്കോപ്പസ്. ട്രൈക്കോപ്പസ് എന്നുള്ള ജീനസിലെ ഒരു സ്പീഷീസ് ആണ് ഈ ട്രൈക്കോപ്പസ് സൈലാനിക്കസ് എന്ന് പറയുന്നത്. ആദ്യം ഇത് ട്രൈക്കോപോഡേസിയ എന്നുള്ള ഒരു ഫാമിലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഡയസ്കോറേസിയ എന്നുള്ള ഫാമിലിയിലാണ്. അപ്പോൾ ട്രൈക്കോപ്പസ് സൈലാനിക്കസ് തന്നെയാണ് ആരോഗ്യപ്പച്ച എന്ന പേരിലും അറിയപ്പെടുന്നത്. അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം, അത് നമുക്ക് അറിഞ്ഞിരിക്കാം. ട്രൈക്കോപ്പസ് സൈലാനിക്കസ് അതുപോലെ തന്നെ നമുക്ക് എക്കണോമിക് ബോട്ടണിയിൽ ഈ ആരോഗ്യപ്പച്ചയുടെ സയന്റിഫിക് നെയിം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് കരുതാലോ. അപ്പോൾ ട്രൈക്കോപ്പസ് സൈലാനിക്കസ് തന്നെയാണ് ആരോഗ്യപ്പച്ച എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ ആരോഗ്യപ്പച്ച അല്ലെങ്കിൽ ട്രൈക്കോപ്പസ് സൈലാനിക്കസ് ആണ് ഇസ് എ കീ ഇൻഗ്രീഡിയന്റ് ഇൻ ദ ഹെർബൽ റെമഡി കാൾഡ് ജീവനി. സോ ജീവനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെർബൽ റെമഡിയിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് ട്രൈക്കോപ്പസ് സൈലാനിക്കസ്, അതുപോലെ തന്നെ ആരോഗ്യപ്പച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ്. സോ നമുക്ക് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ എത്ര ക്വസ്റ്റ്യൻസാണ് കിട്ടിയത്? ട്രൈക്കോപ്പസ് സൈലാനിക്കസിന്റെ മറ്റൊരു പേരായിട്ടുള്ള ആരോഗ്യപ്പച്ച അറിഞ്ഞു, കാണി വിഭാഗക്കാരെ പറ്റി മനസ്സിലാക്കി, അതുപോലെ തന്നെ കാണി വിഭാഗക്കാരാണ് ഇതിന് എത്രത്തോളം ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയിൽ ഇത്രത്തോളം പ്രാധാന്യം ഉള്ള ഒരു പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിസിനൽ പ്രോപ്പർട്ടി ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു വിവരം തന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇതിനോട് ഒപ്പം തന്നെ നമുക്ക് കൂട്ടാൻ പറ്റാവുന്ന ഒന്നാണ് ഒരു റീസെന്റ് ഡിസ്കവേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ട്, ട്രീ ഡ്വെല്ലിംഗ് ക്രാബ് ആണ്. അതിന്റെ പേര് കാണി മരഞ്ചാടു എന്നാണ്. അത് ഈ ഒരു കാണി വിഭാഗത്തിനോടുള്ള ആ ഒരു റിലേറ്റഡ് ആയിട്ടാണ് അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുള്ളത്. ട്രീ ഡ്വെല്ലിംഗ് ക്രാബ് റീസെന്റ് ഡിസ്കവേർഡ് ആണ്. സോ അതും അറിഞ്ഞിരിക്കാം. ഇനി അതോടൊപ്പം തന്നെ ഇതിനോടൊപ്പം നൽകിയിട്ടുള്ള ഓപ്ഷൻ നോക്കൂ, കുറിച്ചിയർ. ഈ കുറിച്ചിയർ എന്ന് പറഞ്ഞുള്ള വിഭാഗം ഓൾസോ നോൺ ആസ് ഹിൽ ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ മലൈ ബ്രാഹ്മിൻസ് എന്ന് പറയപ്പെടുന്നത് കുറിച്ചിയർ എന്നുള്ള വിഭാഗമാണ്. നമ്മളുടെ വയനാട്, കണ്ണൂർ ഡിസ്ട്രിക്റ്റുകളിലൊക്കെയാണ് ഈ കുറിച്ചിയർ വിഭാഗത്തിനെ കണ്ടുവരുന്നത്. നമ്മളുടെ കേരളത്തില് ഷെഡ്യൂൾഡ് ട്രൈബ് ആ ഒരു വിഭാഗങ്ങളില് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വിഭാഗം, അതായത് വൺ ഓഫ് ദി ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഓഫ് കേരള പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ ഓർ പ്രാക്ടീസിങ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഈ കുറിച്യർ വിഭാഗക്കാരാണ്. കോട്ടയം രാജയാണ് ഈ ഒരു നെയിം കൊടുത്തിട്ടുള്ളത്, കുറിച്യർ എന്ന് പറയുന്നത്. അപ്പൊ കുറിച്യറുടെ മറ്റൊരു പേരാണ് ഹിൽ ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ മലൈ ബ്രാഹ്മിൻസ് എന്ന് പറയുന്നത്. പിന്നെ വയനാട്, കണ്ണൂർ എന്നുള്ള ഡിസ്ട്രിക്റ്റുകളിലാണ് ഇവര് കാണപ്പെടുന്നതെന്നും അറിഞ്ഞിരിക്കുക. അടുത്തതാണ് കാട്ടുനായ്ക്കൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവരെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. സോ ദേ ആർ ദി ഷെഡ്യൂൾഡ് ട്രൈബ് ഇൻ ദി ഇന്ത്യൻ സ്റ്റേറ്റ്സ് ലൈക്ക് ആന്ധ്രാപ്രദേശ്, കർണാടക, കേരള, തമിഴ്നാടു ഈ ഒരു സ്റ്റേറ്റുകളിലൊക്കെ കാണപ്പെടുന്നുണ്ട് കാട്ടുനായ്ക്കൻ. ഇവരുടെ ഈ ഒരു വേർഡിന്റെ നെയിം എന്ന് പറയുന്നത് നമ്മുടെ തമിഴിലോ അല്ലെങ്കിൽ മലയാളത്തിലോ കിങ് ഓഫ് ജംഗിൾ എന്നാണ് അറിയപ്പെടുന്നത്. അവർ മെയിനായിട്ടും എൻഗേജ് ചെയ്തിട്ടുള്ളത് ഗ്യാതറിംഗ് ഓഫ് ദി ഫോറസ്റ്റ് പ്രൊഡക്ട്സ് ലൈക്ക് ഹണി ആൻഡ് വാക്സ്. അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനും അതിനെ കളക്ട് ചെയ്യാം. ഫോറസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് ഹണി, വാക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ജീവിക്കുന്ന വിഭാഗക്കാരാണ് കാട്ടുനായ്ക്കർ എന്ന് പറയുന്നത്. പിന്നെ ഈ മുള്ളുക്കുറുമ്പ എന്ന് പറഞ്ഞിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് വയനാട് ഡിസ്ട്രിക്റ്റിലാണ് മെയിനായിട്ടും കാണപ്പെടുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി എന്നുള്ള ഏരിയ, അല്ലെങ്കിൽ നമ്മുടെ എത്തനോബോട്ടണി, എക്കണോമിക് ബോട്ടണി എന്നുള്ള ഏരിയയിൽ നിന്ന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓരോ കമ്മ്യൂണിറ്റീൻ്റെയും പ്രത്യേകതകൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നതും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലുള്ള അഡീഷണൽ ആയിട്ടുള്ള പോയിന്റുകൾ എഴുതി വെച്ച് തന്നെ പഠിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം.